നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം വേദനകളുടെ മുറിവുകൾ പങ്കുവെക്കാതിരിക്കുക. കാരണം മുറിവ് ഉണക്കാനുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിലില്ലെങ്കിലും മുറിവിൽ തേക്കാനുള്ള ഉപ്പ് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഞാനിതിവിടെ പറയാനുള്ള കാരണം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. കഴിഞ്ഞ കാല സീസണുകളിൽ ചിലർക്കുണ്ടായ വേദനിക്കുന്നതും സന്തോഷിക്കുന്നതുമായ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനും കൂടാതെ ആ സീസണുകളിൽ ഉണ്ടായ നല്ലതും ചീത്തയുമായ ചില പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ്. എന്നാൽ നമുക്കതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്വഭാവമുള്ള ആണും പെണ്ണും വേർതിരിവില്ലാതെ 3 മാസത്തോളം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നു. അവരെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ മനുഷ്യനാണ് ബിഗ് ബോസ്. ആഴ്ചയിൽ 2 ദിവസം ഇവരെ കാണാനും ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇവർക്കിടയിലെ നല്ലതും ചീത്തയുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെത്തുന്ന ആളാണ് മോഹൻലാൽ. നിരവധി കോടികൾ മുടക്കിയാണ് ബിഗ് ബോസ് എന്ന ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. വൻപിച്ച ജനപ്രീതി നേടിയ പ്രോഗ്രാം കൂടിയാണിത്. 2013 സൂര്യ ടിവിയാണ് ഇത്തരമൊരു ആശയവുമായി മലയാളത്തിൽ ആദ്യം എത്തുന്നത്. മലയാളി ഹൗസ് എന്നായിരുന്നു അതിന്റെ പേര്. നടി രേവതിയായിരുന്നു അതിന്റെ അവതാരക. GS പ്രദീപ്, സന്തോഷ് പണ്ഡിറ്റ്, രാഹുൽ ഈശ്വർ, നാരായണൻകുട്ടി, സിന്ധു ജോയി, നീന കുറുപ്പ്, ചിത്ര അയ്യർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു. ഈ പ്രോഗ്രാമിനെതിരെ അന്ന് പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. GS പ്രദീപ് പറയുന്നു, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കാരണം തന്റെ ജീവിതത്തിൽ വലിയ ഡാമേജ് സംഭവിച്ചു എന്ന്. ഒരിക്കലും തന്നെ പോലുള്ള ഒരാൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് വിഷമിച്ചിട്ടുമുണ്ട്. അന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് ആ മലയാളി ഹൗസിന്റെ വിജയി രാഹുൽ ഈശ്വർ ആയിരുന്നു. റണ്ണറപ്പ് സിന്ധു ജോയിയും. രാഹുൽ ഈശ്വറിന്റെ അവിടുത്തെ സ്ത്രീകളുമായുള്ള ഇടപെടലുകളെ കുറിച്ച് പൊതുസമൂഹത്തിൽ നല്ലതല്ലാത്ത വാർത്തകളും ചർച്ചകളും രാഹുലിനെതിരെ ഉയർന്നു വന്നു. ചുംബന സമരത്തെ രാഹുൽ ഈശ്വർ വിമർശിച്ചപ്പോൾ അന്ന് സമരക്കാർ തിരിച്ചു ചോദിച്ചത് മലയാളി ഹൗസിൽ താൻ കാണിച്ച വൃത്തികേടൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു. അതിൽ പങ്കെടുത്ത ചില സ്ത്രീകളുടെ ഇമേജിനും കോട്ടം തട്ടി എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. മലയാളി ഹൗസ് കഴിഞ്ഞ് 5 വർഷം പിന്നിട്ട ശേഷമാണ് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് പ്രത്യക്ഷപ്പെടുന്നത്. പേരിലും പ്രോഗ്രാമിന്റെ ചില ഘടനകളിലുമുള്ള വ്യത്യാസം ഒഴിച്ചാൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആദ്യ സീസൺ തന്നെ ഗംഭീര വിജയവും കോളിളക്കവും സൃഷ്ടിച്ചു. അന്ന് ആ വിജയത്തിന്റെ പ്രധാന പങ്ക് മോഹൻലാലിനുള്ളതാണ്. ആദ്യ സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ സാബുമോൻ, രഞ്ജിനി ഹരിദാസ്, ശ്വേത മേനോൻ, പേളി മാണി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തിരുന്നു. ആദ്യ സീസണിൽ തന്നെ തമ്മിലടി, ചീത്തവിളി, അപവാദം പറച്ചിൽ, കൊങ്ങാക്കി പിടുത്തം, ആക്ഷേപം പറച്ചിൽ തുടങ്ങിയ കലാപരിപാടികളിലൂടെ ഈ പ്രോഗ്രാം എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. ആദ്യ സീസണിലെ വിന്നർ സാബുമോൻ ആയിരുന്നല്ലോ. ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ദുഷ്പേരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സാബുമോന് ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത്. എന്നാൽ ഈ ദുഷ്പേരെല്ലാം ഒറ്റയടിക്ക് മാറിക്കിട്ടി. ഒരു നാടൻ റൗഡി വേഷത്തിലുള്ള മട്ടിലും ഭാവത്തിലും ഒക്കെ നടന്നിരുന്ന സാബുമോൻ പെട്ടെന്ന് രജനീകാന്ത് പടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് പ്രത്യക്ഷപ്പെട്ടു. രജനിക്ക് കിട്ടുന്നത് പോലെ കയ്യടിയും വാങ്ങിക്കൂട്ടി. അതിലെ റണ്ണറപ്പായ പേളി മാണിക്കുണ്ടായ ജീവിത നേട്ടം ബിഗ് ബോസ് ഹൗസ് ഒരു സ്വയംവര പന്തലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാബുമോൻ നല്ലവനായ ഉണ്ണിയായി മാറി കരിയർ മെച്ചപ്പെടുത്തി. പേളി മാണി സുന്ദരമായ ഒരു മാതൃകാ കുടുംബജീവിതവും നയിക്കുന്നു. ഇവർ രണ്ടുപേരും വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും ഭാഗ്യം നേടിയെങ്കിലും ബാക്കി എല്ലാ സീസണും ഇങ്ങനെയാണെന്ന് കരുതരുത്. പിന്നീടുള്ള സീസണുകളിൽ കടന്നു വന്ന ജനശ്രദ്ധ നേടിയവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ രജിത് കുമാർ ഏറ്റവും അധികം ജനപിന്തുണയുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളെന്ന നിലയിലും കോളേജ് അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് വൻപിച്ച ജനപിന്തുണ ലഭിച്ചു. മുൻപ് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ജീൻസ് ധരിക്കാൻ പാടില്ല, ജീൻസ് ധരിച്ചാൽ അവരുടെ ഗർഭപാത്രം ചുരുങ്ങും, അവർ
അവർ പ്രസവിക്കില്ല. ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ടല്ല, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിമൻസ് കോളേജിൽ വിദ്യാർത്ഥിനികളുടെ മുമ്പിലാണ്. അന്നുണ്ടാക്കിയ പേരുദോഷവും ഡാമേജും ഒക്കെ മാറ്റിയെടുത്ത് തിരിച്ചു വരുമെന്ന് എല്ലാവരെയും പോലെ ഞാനും പ്രതീക്ഷിച്ചു. എന്നാൽ കപ്പടിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിനേക്കാൾ 10 മടങ്ങ് വീര്യമുള്ള വിവരക്കേട് അല്ലെങ്കിൽ ക്രൂരത അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടി. ഒരു പെൺകുട്ടിയുടെ അസുഖം ബാധിച്ചിരുന്ന കണ്ണിൽ പച്ചമുളക് കൈകൊണ്ട് ഞെരടി ആ പെൺകുട്ടിയുടെ കണ്ണിൽ തേച്ചു കൊടുത്തു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയാണ് ആ പച്ചമുളക് തല്ലി തകർത്തത്. മറ്റൊരു കണ്ടസ്റ്റന്റ് വീണ നായരെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുത്ത് കലാരംഗത്ത് ശോഭിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത്. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നർത്തകിയും സുന്ദരിയുമായ നിഷ്കളങ്കയായ ഒരു കലാകാരി. അവരുടെ കുടുംബത്തെയും ഭർത്താവിനെയും മകനെയും കുറിച്ചുള്ള വാതോരാതെയുള്ള വർണ്ണനകൾ നാം കേട്ടിട്ടുള്ളതാണല്ലോ. ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറച്ചിലിന് അവസരം ലഭിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അന്ന് വരെ തന്റെ പ്രാണേശ്വരനോട് പോലും പറയാത്ത ആ ജീവിത രഹസ്യം കോടിക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ അവർ വിളമ്പി. ആ കഥയാകട്ടെ ഒരു ഭർത്താവും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമാണ്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ പണത്തിന് വേണ്ടി തെറ്റാണെന്നറിഞ്ഞിട്ടും മനസ്സില്ലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനം. അതായിരുന്നു ഇവിടെ ഓർക്കേണ്ടത്. എല്ലാം എപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയുന്നതല്ല വിവേകം. ഓരോന്നും അറിയേണ്ടവരിൽ മാത്രം ഒതുക്കുകയാണ് വേണ്ടത്. ഈ ഒരു തുറന്നു പറച്ചിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് അവർ സ്നേഹനിധി എന്ന് പുകഴ്ത്തി അന്ന് വരെ പറഞ്ഞ ഭർത്താവിനെയും കുടുംബത്തെയുമാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ അനുഭവം അവർക്കും ഉണ്ടാകണം. ഇനി റോബിൻ രാധാകൃഷ്ണന്റെ വിഷയമെടുത്താൽ, ബി ഹൗസിൽ മല പോലെ വന്ന് എലി പോലെ പോയ ചരിത്രമാണുള്ളത്. മോട്ടിവേറ്ററും ഡോക്ടറും ഒക്കെ ആയ റോബിൻ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്തു. പ്രേക്ഷകർ ഒന്നടങ്കം വിശ്വസിച്ചു വിന്നർ അദ്ദേഹമായിരിക്കുമെന്ന്. എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞത് അവിടെ നടന്ന ഒരു അടിപിടിയിലാണ്. അതോടെ അയാൾക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പുറത്തു വന്ന റോബിൻ രാധാകൃഷ്ണൻ തന്റെ പ്രേക്ഷകരോട് ദിൽഷ പ്രസന്നന് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അവർ തമ്മിലുള്ള അടുപ്പം വിവാഹത്തിൽ കലാശിക്കും എന്ന് തെറ്റിദ്ധരിച്ച പ്രേക്ഷകർ ഒന്നടങ്കം ദിൽഷയ്ക്ക് വോട്ട് ചെയ്യുകയും അവർ വിന്നറാവുകയും ചെയ്തു. എന്നാൽ അവർ തമ്മിലുള്ള ബന്ധം പിന്നീട് പരസ്പരം ചെളിവാരി എറിയുവാനും കുറച്ചു പേരുദോഷം വരുത്തി വെക്കുവാനും മാത്രമേ ഉപകരിച്ചുള്ളൂ. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനി ബഡായി ബംഗ്ലാവിലൂടെയും ഏഷ്യാനെറ്റ് ആങ്കർ എന്ന നിലയിലും എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും പിടിച്ചു പറ്റിയ ആളാണല്ലോ ആര്യ. ഒരു പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് കടന്നു വരുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ചെത്തിയ തനിക്ക് നഷ്ടപ്പെട്ടത് താൻ ജീവന് തുല്യം സ്നേഹിച്ച കാമുകനെയും അയാളുടെ പ്രണയത്തെയുമാണെന്ന് അവർ തന്നെ പറയുന്നു. അതിനെക്കുറിച്ച് പ്രേക്ഷകരിൽ ചിലർ പറയുന്നു, അവിടെ നിന്നപ്പോഴുള്ള ആര്യയുടെ സംസാര രീതികളും പ്രവൃത്തികളും കാരണമാണെന്നാണ്. ഇനി സ്റ്റേജ് ഷോയിലൂടെ സിനിമയുടെ ഉന്നതിയുടെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാഷാണം ഷാജി ബി ഹൗസിലേക്ക് എത്തുന്നത്. പാഷാണം ഷാജിക്ക് ആ സമയത്ത് സിനിമയിലെ കൊമേഡിയന്മാരിൽ ഒന്നാമനായി എത്താൻ അല്പം ദൂരം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു. എന്നാൽ ബിഗ് ബോസ് അദ്ദേഹത്തിന് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരും സിനിമയും കൈവിട്ടതുപോലെയായി. പ്രേക്ഷകർക്ക് അദ്ദേഹത്തോട് താല്പര്യവും കുറഞ്ഞു. വെറുതെയല്ല ഭാര്യ എന്ന ഷോയിലൂടെ കടന്നു വന്ന താരമാണ് മഞ്ജു പത്രോസ്. കഠിനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു കലാകാരിയാണ് അവർ. പാട്ടും ഡാൻസും അഭിനയത്തിലുമൊക്കെ അസാധ്യ കഴിവുള്ള ഒരു കലാകാരി. സീരിയലുകളിലും സിനിമയിലും തിളങ്ങി നിൽക്കുമ്പോഴാണ് ബി ഹൗസിലേക്ക് കടന്നു വരുന്നത്. അവരെ അന്ന് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ പ്രേക്ഷകർക്ക് അവരോടുള്ള ഇഷ്ടവും താല്പര്യവും ഇല്ലാതാക്കിക്കൊണ്ടാണ് അവർ അവിടെ നിന്ന് പടിയിറങ്ങിയത്. ഒരു പരിധിവരെ അത് കുടുംബ ജീവിതത്തെയും ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബിഗ് ബോസിൽ മഞ്ജു നിന്നിരുന്നപ്പോൾ പുറത്ത് പ്രചരിച്ചിരുന്ന കിംവദന്തികളിൽ ഞാനും അസ്വസ്ഥനായിരുന്നു എന്ന് അവരുടെ ഭർത്താവായ സുനിച്ചൻ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ അവരുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായിട്ടും വരാം. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും കടന്നു വന്നത്. ഒരുപക്ഷെ എല്ലാം കണ്ടും കേട്ടും മറിഞ്ഞും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കടന്നു വന്നത് കൊണ്ടാകാം. വ്യക്തിപരമായി കോളിളക്കം സൃഷ്ടിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടും ബുദ്ധിപരമായി അതൊന്നും അവിടെ വിളമ്പിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വലിയ ഡാമേജ് ഒന്നും കൂടാതെ അവർക്ക്
അവിടെ നിന്നും ഇറങ്ങി വരാനും സാധിച്ചു. യൂട്യൂബറായ സിജോയ്ക്ക് ബി ഹൗസിൽ നിന്നുണ്ടായ നഷ്ടം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറക്കാനാവാത്തതാണ്. റോക്കി എന്ന മസിൽമാന്റെ കയ്യിൽ നിന്നും മുഖത്തേറ്റ ഇടിയിൽ താടിയെല്ലും പൊട്ടി ഒരു പല്ലും പോയി കിട്ടി. ഇനി ജാസ്മിൻ ജാഫറിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ബി ഹൗസിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടാക്കിയത് തന്നെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പുതിയാപ്ലയായിരുന്നു. എന്നാൽ പുതിയാപ്ലയുടെ അനുഭവം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറഞ്ഞതുപോലെയായി. അയാൾ തന്റെ സങ്കടങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതും നമ്മൾ കേട്ടതാണല്ലോ. ആ ബന്ധം തകരാനുള്ള കാരണം ബി ഹൗസിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും പ്രേമലീലകളുമാണെന്നതാണ് സത്യം. ഇനി അഖിൽ മാരാരിനെ പറ്റി പറഞ്ഞാൽ ബി ഹൗസിൽ പോകുന്നതിനെ കുറിച്ച് മുൻപ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിന്റെ മുകളിൽ കയറി തുണിപൊക്കി കാണിക്കുന്നതാണ് നല്ലത് എന്നാണ്. ബിഗ് ബോസിനെ പരിഹസിച്ച ആള് തന്നെ ബിഗ് ബോസിലും ചെന്ന് തുണിപൊക്കി കാണിച്ചു. എന്നാൽ വാചക കസർത്ത് കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ടും നേടി കപ്പും കരസ്ഥമാക്കി. ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും ഉയർച്ച നേടാൻ സാധിച്ചത് അഖിൽ മാരാർക്കാണ്. വട്ടപൂജ്യത്തിൽ നിന്നും കൊട്ടക്കണക്കിന് പണമുണ്ടാക്കാനും ഒപ്പം പ്രശസ്തി നേടാനും സാധിച്ചു. ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിന്ന് ശരികൾക്ക് വേണ്ടി പോരാടുമെന്നാണ്. ചില അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ കണക്ക് കൂട്ടലുകൾ തെറ്റാകാമെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധയോടെ മുന്നേറിയാൽ ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കാം. സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമയാതിരുന്നാൽ മാത്രം മതി. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മളെ പ്രാപ്തരാക്കും. എതിർപ്പുകൾ നമ്മളെ ശക്തരാക്കും. അപവാദങ്ങൾ നമ്മളെ ശ്രദ്ധാലുവാക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.